ഹായ് ഗായ്സ്, വെൽക്കം ടു യെറ്റ് അനദർ വീഡിയോ. ഇന്ന് ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ച വീഡിയോ ആണ്. നമ്മുടെ ഫ്രണ്ട് ബിഗിൻ്റെയും റിങ്കിയുടെയും മോൻ്റെ ആദമിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വ്ളോഗായിട്ട് എടുക്കാം, ചെറിയൊരു കുട്ടി വ്ളോഗ്. അപ്പോൾ അതിൻ്റെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീയും കൂടി ചെയ്തുകൊണ്ട് ഒരു വ്ളോഗ് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ആൻഡ് ഇനി ബാക്കി മേക്കപ്പ്, ഹെയർ എല്ലാം സെറ്റ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. 8 മണിക്കാണ് ഫംഗ്ഷൻ. കാലിക്കറ്റ് പാരഗൺ കരാമയെ വെച്ചിട്ടാണ്. അപ്പോൾ നമുക്കതിന് മുന്നേ എല്ലാം സെറ്റ് ആവണം. ഓക്കെ, ലൈറ്റ് എനിക്കൊന്ന് വളരെ കുറവാണ്. ലൈറ്റ് അവിടെ നിന്നാണ് വരുന്നത്. അപ്പം എന്തൊക്കെയാണ് മേക്കപ്പ് പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്നതെന്ന് കൂടി ഞാൻ കാണിച്ചു തരാം. റൂഹി ഓൾറെഡി റെഡിയായി. തലയിലൊക്കെ ഇതുമായിട്ട് മാച്ച് ആയിട്ടുള്ള ബോ ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് വലിച്ചെടുത്തോളാം. സോ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഒരു ഡ്രസ്സാണ്. അപ്പം ലെറ്റ്സ് ഡു ആർ മേക്കപ്പ്. ഈ സൺസ്ക്രീൻ യൂസ് ചെയ്യും. ഭയങ്കര ഒരു വെയിലില്ലല്ലോ, ഓൾറെഡി 7 മണിയൊക്കെ ആയിട്ടുണ്ട്. ഞാൻ ഫേസ് വാഷ് മാത്രമേ ചെയ്തുള്ളൂ. ഞാൻ സെറാവിയുടെ ഫേസ് വാഷാണ് യൂസ് ചെയ്യുന്നത്. പൊട്ടിപ്പോയിട്ട് ഫേസിൽ ചെറിയ ചെറിയ ഇവിടെ ഇങ്ങനെ വൈറ്റ് പാച്ചസ് പോലെ വന്നായിരുന്നു. അപ്പം ഓക്കെ, നെക്കിലും ഇടണം. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് നിവിയയുടെ സോഫ്റ്റ് എന്ന് പറഞ്ഞ ഒരു മോയ്സ്ചറൈസിങ് ക്രീമാണ്. അത് ചെറുതായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എൻ്റെ സ്കിൻ നല്ല അത്യാവശ്യം ഡ്രൈ ആയിട്ടുള്ള സ്കിന്നാണ്. അപ്പം ഇതൊക്കെ ഇട്ട് ഞാൻ കൊടുത്തില്ലെങ്കിൽ പണി കിട്ടും. സോ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തു. ഓക്കെ, അടുത്തതായിട്ട് സ്റ്റോപ്പ് ക്രീം കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്ലൈ ചെയ്യില്ല, പിന്നെ നിവിയയുടെ തന്നെ ഒരു SPF 15 ഇതിൻ്റെയൊക്കെ ഹൈഡ്രേറ്റഡ് ആണെന്നാണ് നല്ലത്. ഫേസിനകത്തിൽ ചെറിയ പാച്ചസ് ഉണ്ടാകുന്നു. സോ ഇന്നൊരു പാർട്ടി ആയതുകൊണ്ട് തന്നെ ഐ തോട്ട് ഓഫ് ഡൂയിങ് ലൈറ്റ് മേക്കപ്പ്. അപ്പോൾ ആ ലൈറ്റ് മേക്കപ്പിന് ഞാൻ കൺസീലറാണ് എടുക്കുന്നത്. ലാൻകോം എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഓൾ ഓവർ കൺസീലർ. ഇതിൻ്റെ ഷെയ്ഡ് ഈസ് 62x200. ഞാൻ മാർക്സ് ഉള്ള ഭാഗത്ത് മാത്രമേ എടുക്കുള്ളൂ. മാർക്സ് ഉള്ള ഭാഗത്ത് ഏതെങ്കിലും ഒരു ലിപ് ലൈനർ എടുക്കുക. ഞാൻ നൈക്കയുടെ ലിപ് ലൈനറാണ് യൂസ് ചെയ്യുന്നത്. അകത്തോടി ലൈൻ ചെയ്യണേ. ഇതിൻ്റെ ലിപ് ബാമാണ്. ലിപ്സ്റ്റിക് ഒത്തിരി ഇടുന്നതിലും ബെറ്റർ. ഈ ഒരു മാർക്ക് നമുക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ നിങ്ങളെ കാണിച്ചു തരാം. ആ ക്യാൻസൽ എങ്ങനെയാണ് ഉണ്ടല്ലോ, നിങ്ങൾ നോക്കിക്കോ. ഇതുണ്ടോ, ശകലം മതി. അതൊന്ന് ഒന്നും പറഞ്ഞില്ല. സോ ഐബ്രോയ്ക്ക് ഒരു ബ്രൂ പെൻസിൽ എടുക്കാം. നമുക്ക് ഉണ്ടാക്കുന്നത് ബ്രൗൺ ആണ് യൂസ് ചെയ്യുന്നത്. ഇത് ഡാസ്ലറിൻ്റെ ഐബ്രോ പെൻസിലാണ്. ബ്രൗൺ തന്നെ ഇതിന്റെ അകത്തിലൊന്ന് എഴുതി കൊടുക്കാം. കാരണം ചെറിയ കണ്ണുള്ളവര് ഒരു സൈഡ് മാത്രമേ എഴുതാൻ പാടുള്ളൂ. വലിയ കണ്ണുള്ളവര് 2, അതായത് മുകളിലത്തെ ലിഡിന്റെ അവിടെ എഴുതണം, താഴത്തെ എഴുതാം. അപ്പോൾ അതൊന്ന് ചെറുതായിട്ട് തോന്നും. ഓൾറെഡി ചെറിയ കണ്ണുള്ളവരാണെങ്കിൽ ഒരു സൈഡിൽ മാത്രമേ എഴുതാൻ പാടുള്ളൂ. ഇങ്ങനെ ഇങ്ങനെ എണീറ്റ് വന്നാൽ അല്ലാത്ത ഫീലിംഗ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കാരണം എൻ്റെ കണ്ണിൽ ഇങ്ങനത്തെ ഡ്രസ്സിൻ്റെ കൂടെ നമുക്ക് മോഡിൽ എഴുതുന്നതായിരിക്കും ഭംഗി. അപ്പോൾ ഞാൻ ആ ഒരു ഫീലിംഗ് മാറാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് ഐഷാഡോ ആണ്. ഞാൻ കെ ബ്യൂട്ടിയുടെ ഐഷാഡോ ആണ് യൂസ് ചെയ്യുന്നത്. ഇത് യൂസ് ചെയ്യുന്ന കുറച്ച് കളേഴ്സ് ഉണ്ട്. അതിനകത്തിൽ ഈ ക്രിംസൺ ഒക്കെയാണ്. അപ്പോൾ നമുക്ക് അത് ചെറുതായിട്ട് ഇട്ട് കൊടുക്കാം. പക്ഷേ ഒരു ഗ്ലിറ്ററി ഫീൽ ഉള്ളതാണ് ക്രിംസൺ. അപ്പം അത് നോക്കി ഇട്ട് കൊടുക്കാം. എല്ലാം കൈ കൊണ്ടാണ്. ബ്രഷ് വേണമെങ്കിൽ യൂസ് ചെയ്യാം, ബട്ട് കൈയുടെ ഫിനിഷിങ് പ്രശ്നമില്ല. ഒരു ഇട്ടോന്ന് ചോദിച്ചാൽ ഇട്ടില്ല എന്നുള്ള ഒരു എഫക്റ്റ് ഉള്ള സാധനം. ഓക്കെ, ഡൺ. അപ്പോൾ ഇനി നമുക്കുള്ളത് റൂഹി വരുന്നതിന് മുന്നേ ഞാൻ ഹെയർ ഒന്ന് സെറ്റ് ചെയ്തോട്ടെ. ഹെയർ സെറ്റ് ചെയ്തിട്ട് കാണാം. ഓക്കെ, നമ്മൾ
ഹെയർ സെറ്റ് ചെയ്തു. റോഡ് ശരിയാവുന്നില്ല. കമ്മൽ ബോക്സ് കുറച്ചുകൂടി ഉണ്ട്. റെഡിയായി കഴിഞ്ഞ് നോക്കിയപ്പോൾ കരാമയിലേക്ക് പോകാൻ നല്ല ട്രാഫിക്കാണ്. റൂഹിയുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ, വളരെ എക്സൈറ്റഡ് ആണ് പുറത്ത് പോകാനായിട്ട്. ഈ വ്ളോഗ് കൊണ്ടൊക്കെ പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലായിരിക്കും. പക്ഷേ ഈ ഫോട്ടോസും വീഡിയോസും എല്ലാം എൻ്റെ ഫോണിൽ കിടക്കുന്നതേ ഉള്ളൂ. അപ്പം ഞാൻ വിചാരിക്കും ഇത് ഞാനൊരു വ്ളോഗാക്കി യൂട്യൂബിലൊക്കെ ഇടുകയാണെങ്കിൽ നാളെ റൂഹിക്ക് എല്ലാവരെയും കാണിക്കുകയും പറയുകയൊക്കെ ചെയ്യാമല്ലോ. സോ നമ്മൾ റെഡിയായി സെറ്റായി. ഇങ്ങനെ കല്ലുള്ള പോട്ട് വെച്ചതൊക്കെ എടുത്ത് കളഞ്ഞു. ഫൈനലി നമ്മൾ നല്ല കിടിലൻ ട്രാഫിക്കിൽ നിന്നും ഡെസ്റ്റിനേഷൻ എത്തി. പാർക്കിംഗ് ഒക്കെ ഇട്ട് ഇനി നമുക്ക് പ്രോഗ്രാം നടക്കുന്നിടത്തേക്ക് പോവാം. So എല്ലാവരും ഉറക്കെ പറഞ്ഞേ, ഒരു ഹാപ്പി ബർത്ത്ഡേ ഉറക്കെ പറഞ്ഞേ. You should roar, roar. Birthday, കുറച്ചുകൂടെ. Happy birthday. Along with his parents, Ricky and Vijay. വളരെ സ്വപ്നങ്ങൾ മാത്രമായിരുന്നു ഇങ്ങനെ we are celebrating very good. Anyhow, thanks a lot for opportunity first of all. Then we wish Adam to be a good human as well as let him be model to all. Okay, നമുക്ക് കേക്ക് കട്ടിങ്ങിലേക്ക് പോകാം. ഡെക്കോറും കമ്പയറിങ്ങും വെൽക്കമിങ്ങും ഒക്കെ നല്ലതാണ്. കുറച്ച് ഗേൾസ് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്ത ഒരു ഇവൻ്റാണ്. ഓക്കെ, മ്യൂസിക് ഇടും, നിങ്ങൾ കറങ്ങുക. നമ്മൾ മ്യൂസിക്കൽ ചാനൽ എടുക്കുന്ന പോലെ കറങ്ങുക. മ്യൂസിക് നിൽക്കുമ്പോൾ ഒരു കപ്പ് എടുക്കണം. ഫുഡൊക്കെ കഴിഞ്ഞ് സെറ്റായിട്ട് നിൽക്കുകയാണ്. തേഴ്സ്ഡേ ആണ് ഈ പ്രോഗ്രാം. സോ ഈ മിനി ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.